നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഫെബ്രുവരി മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും എന്തും യുദ്ധം ചെയ്ത് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങി ഇടപെടുകയും അനുകൂലമാക്കി എടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. 5ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ് നിൽക്കുന്നത്. മാത്രമല്ല ചതുർഗ്രഹ യോഗമാണ് ഭാതാസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അതൊക്കെ കുറച്ച് സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. മക്കളെ പ്രതി കുറച്ച് മാനസിക ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ തോന്നാനായിട്ട് സാധ്യതയുണ്ട്. തൊഴിലിൽ നേതൃസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ടുള്ള യോഗമുണ്ട്. അതൊരു ഗുണമാണ്. പിന്നെ 12ലാണല്ലോ ശനി നിൽക്കുന്നത്. അനാവശ്യമായിട്ട് ചിലവ് സംഭവിച്ചുകൊണ്ടിരിക്കുക, യാത്ര കൊണ്ട് ക്ഷീണം സംഭവിക്കുക, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗമാണ്. ഭാതാസ്ഥാനത്ത് ചതുർഗ്രഹ യോഗം വന്നു എന്ന് പറയുന്നൊരവസ്ഥ കൂടിയുണ്ട്. ചതുർഗ്രഹ യോഗം ബുധൻ ലഗ്നാൽ ശത്രു സ്ഥാനാധിപതിയായിരിക്കുന്ന ബുധൻ ലഗ്നാൽ ബാധയിലേക്ക് പോയി നിൽക്കുകയാണ്. അവിടെ തന്നെ നിവർത്തി സ്ഥാനാധിപതിയിരിക്കുന്ന ശുക്രനും ഉണ്ട്. രാഹുവിനോട് യോഗം ചെയ്ത് 2 പാപഗ്രഹങ്ങളും 2 ശുഭഗ്രഹങ്ങളും ബാധാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണമുണ്ട് അത് കുറച്ച് മാനസികമായ സംഘർഷം വർദ്ധിപ്പിക്കാൻ, കുറച്ച് പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകാൻ ഇടവരുത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം. 11ാം തീയതിക്ക് ശേഷം ആ കുംഭൻ രാശിയിലേക്ക് ചൊവ്വ കൂടി വരും. അപ്പോൾ ശനിക്ഷേത്രത്തിൽ പോയിട്ട് കുംഭൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ കുറച്ച് മാനസികമായ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അത് കാരണം കൊണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. രണവ എന്ന് പറയുന്നൊരു യോഗം ഉള്ളത് കാരണം ഓൾറെഡി സാമ്പത്തികമായിരിക്കുന്ന ചെലവ് നമുക്ക് ബാധ്യതകൾ ഉണ്ടാകുകയും ആ ബാധ്യതകൾ പൂർത്തീകരിക്കാനായിട്ട് കാലതാമസം വരാനും അതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കാനൊക്കെയുള്ളൊരു യോഗവും, മക്കളുടേതായിരിക്കുന്ന വിഷയങ്ങൾ, വിദ്യാഭ്യാസം, വിവാഹം, ഇങ്ങനെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ സ്വഭാവത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സ്വഭാവത്തിൽ നിന്നും വ്യതിചലിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള മാനസിക വിഷമങ്ങളൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ടൊക്കെ നല്ല പരിഹാരങ്ങൾ ചെയ്യണം. കാരണം അപജയസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനും വ്യാഴപ്പഴമുള്ളൊരു സമയമാണ്. 7.5 ശനിദോഷമുള്ള സമയമാണ്. അപ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താണെങ്കിലും മറ്റുള്ളവരോട് കലഹിച്ച് സംസാരിക്കാൻ ഇടവരാൻ വരെ യോഗമുള്ള ഒരു സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിഹാരത്തിന് ശ്രദ്ധിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധിക്കുന്നതൊക്കെയാണ് ഈ സമയത്ത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം. ജോലിയുടെ കാര്യത്തിൽ വളരെ അനുകൂലമാണ്. തൊഴിലിലെ നേതൃസ്ഥാനത്ത് എത്തിച്ചേരാനും നമ്മുടെ വാക്കിന് വിലയുണ്ടാകാനും മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ്. പക്ഷേ ദൈവാധീനത്തിൻ്റെതായിരിക്കുന്ന പ്രശ്നം കാരണം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും തടസ്സം വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാനാണ് വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥന ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ ചെയ്താൽ ഈ മാസം അനുകൂലമായ ഗുണഫലം തന്നെ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.